സൂര്യ തേജസ്സാർന്ന മുഖം, അതിൽ പതിയിരിക്കുന്ന നിസ്സഹായതയുടെ നേരിയ ലാഞ്ചനകൾ, നെഞ്ചിൽ പതിഞ്ഞ കവചകുണ്ടലങ്ങൾ, അത് നൽകുന്ന തേജസ്സിനൊപ്പം വിധിയുടെ ക്രൂരതയും പേറുന്നു. അംഗരാജ്യത്തിന്റെ അധിപൻ, എന്നാൽ സ്വന്തം ജന്മം പോലും ചോദ്യം ചെയ്യപ്പെട്ടവൻ. സൗഹൃദത്തിന്റെ പര്യായം, എന്നാൽ ഒടുവിൽ ഒറ്റപ്പെട്ടു പോയവൻ. ദാനശീലത്തിന്റെ പ്രതീകം, എന്നാൽ ജീവിതം മുഴുവൻ അവഗണനകൾ മാത്രം ഏറ്റുവാങ്ങിയവൻ. കർണൻ, വിധി തിളച്ചിട്ട പോരാളി. ജാതി വ്യവസ്ഥിതിയുടെ ഇരകൂടിയായ മഹാഭാരതത്തിലെ കർണനെ പ്രധാന കഥാപാത്രമാക്കി നിരവധി കൃതികൾ ഇന്ത്യൻ ഭാഷകളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ മലയാളത്തിലുണ്ടായിട്ടുള്ള ഒരു മനോഹര രചനയാണ് PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതി. ഇംഗ്ലീഷിൽ ഇത് നൗ ലെറ്റ് മീ സ്ലീപ്പ് എന്ന പേരിലും, തമിഴിൽ ഇനി ഞാൻ ഉറങ്ങട്ടും എന്ന പേരിലും, കന്നഡയിൽ ഞാനിന്ന് നിദ്രിസുവൈ എന്ന പേരിലും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദ്രൗപദിയുടെ കാഴ്ചപ്പാടിലൂടെ ഈ നോവൽ കർണന്റെ കഥ പറയുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാന ഭാഗത്തു നിന്നാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. കർണൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന മറ്റ് ചില കൃതികളെ കൂടി പരിചയപ്പെടാം. കർണഭാരം, ഹാസൻ എഴുതിയ ഒരു സംസ്കൃത നാടകമാണിത്. കർണന്റെ അവസാന ദിവസങ്ങളിലൂടെയാണ് ഈ നാടകം കടന്നു പോകുന്നത്. അടുത്തത് ശിവാജി സാവന്തിന്റെ മൃത്യുഞ്ജയം എന്ന മറാത്തി കൃതിയാണ്. രാധേയ എന്ന പേരിൽ കന്നഡയിൽ SL ഭൈരപ്പയുടെ ഒരു നോവലുണ്ട്. രശ്മി രഥി രാംധാരി സിംഗ് ദിൻകർ എഴുതിയ ഒരു ഹിന്ദി ഇതിഹാസ കവിതയാണ്. കർണന്റെ കഥ നീതിയുടെയും അനീതിയുടെയും സ്നേഹത്തിന്റെയും വിദ്വേഷത്തിന്റെയും വിധിയുടെയും മനുഷ്യന്റെ പോരാട്ടത്തിന്റെയും ഇതിഹാസമാണ്. താൻ ഇത്രയും കാലം ശത്രുവായി കണ്ടിരുന്നവർ തന്റെ സഹോദരങ്ങളാണെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തെ വേദനിപ്പിച്ചിരിക്കും. കൂടാതെ അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ പതറിപ്പോയ ഒരു മകനെയും നമുക്ക് കർണനിൽ കാണാം. ഈ വൈകാരികമായ സംഘർഷങ്ങൾ തന്നെയാവണം അദ്ദേഹത്തിന്റെ യുദ്ധവീര്യത്തെ ബാധിച്ചത്. കർണന്റെ ജീവിതം ഒരു പോരാട്ടമായിരുന്നു. തന്റെ അവകാശങ്ങൾക്കും അംഗീകാരത്തിനും വേണ്ടി നിരന്തരം പോരാടിയ ഒരു പോരാളി. അതുകൊണ്ടാവണം ആ വീരയോദ്ധാവിനെ കുറിച്ച് ഇത്രയും എഴുത്തും വായനകളും നമുക്കിടയിലുണ്ടായത്.